അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പട്ടിക്കാട് ജാമിഅനൂരിയയുടെ സമ്മേളനം കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഷജറകളെ മാറ്റി നിർത്തപ്പെട്ട രണ്ടാമത്തെ സമ്മേളനമാണത്. കഴിഞ്ഞ വർഷവും ഷജറകളെ മാറ്റി നിർത്തപ്പെട്ടു, ഈ പ്രാവശ്യവും മാറ്റി നിർത്തപ്പെട്ടു. കഴിഞ്ഞ താക്കിലേക്കാൾ കൂടുതൽ ആളുകൾ ഈ താക്കിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ താക്കിലും ഉണ്ടായിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ താക്കിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാല് കുത്താൻ വയ്യാന്ന് പറയാം, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ആരെങ്കിലും അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ സമ്മേളനം ഇല്ലാതാവും, അല്ലെങ്കിൽ അതിൽ ആൾ വരില്ല എന്ന് ആർക്കെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പട്ടിക്കാട് ജാമ്യക്ക് ഒരു പാരമ്പര്യമുണ്ട്. അത് പാരമ്പര്യത്തിൽ അസ്ഥിവാരം ഇട്ട് തുടങ്ങിയതാണത്. ആ പാരമ്പര്യം തന്നെ എന്നും നിലക്കുണ്ട്. അത് എന്നും ഇൻഷാ അല്ലാഹ് നിലക്കും ചെയ്യും. അത് നിലനിർത്താൻ അതിൻ്റെ ഒപ്പം ഉമറാക്കളും ഉലമാക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് 4 ഷജറകളെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ അങ്ങനെ മാറ്റി നിർത്തിയാൽ ആ സമ്മേളനം വിജയിക്കൂല, അതിനാൾ വരില്ല എന്നൊക്കെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലുകൾ മാത്രമാണ്. എന്തായാലും ഇന്നലത്തെ സമ്മേളനം സുഹാബികൾക്ക് നല്ല കൂറയ്ക്ക് കൊണ്ടിട്ടുണ്ട്, സയ്യിദുൽ ഉലമൻ്റെ വാക്കുകൾ, പ്രസംഗമൊക്കെ. അതുകൊണ്ട് പല രൂപത്തിലാണ് വോയിസ് വരുന്നത്. സയ്യിദുൽ ഉലമനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വോയിസുകളുണ്ട്. ഈ രൂപത്തിൽ, അതായത് ഷജറകൾ പരാജയപ്പെട്ടു എന്ന രൂപത്തിൽ സമസ്തയുടെ പ്രവർത്തകരെ വിമർശിക്കുന്ന രൂപത്തിൽ. എന്തായാലും ജാള്യത മറക്കാൻ ഇതൊക്കെ നല്ലതാണ്. കാലുകുത്താൻ സ്ഥലമില്ലാത്ത വിധം ആളുകളുണ്ടായിരുന്നു, ഏത് സമയം വരെ ആളുകളുണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. സയ്യിദുൽ ഉലമൻ്റെ പ്രസംഗം കഴിയുന്നത് വരെ കാലുകുത്താൻ സ്ഥലമില്ലാത്ത വിധം ആളുണ്ടായിരുന്നു. പിന്നെന്താണ് അവസ്ഥ, നിങ്ങൾ കണ്ടതല്ലേ. കാലല്ല, അവിടെ വലിയ ഒലക്ക കുത്താനും സ്ഥലമുണ്ടേനി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ വോയിസ് ഒക്കെ വരുമ്പോൾ ജനങ്ങൾ ഈ പരിപാടിയൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധമെങ്കിലും വേണം. പരിസരബോധമില്ലാതെ സംസാരിക്കരുത്. പിന്നെ അവിടുന്ന് ആളുകൾ പോകുന്നു, സമദ് സാഹിബിന്റെ പ്രസംഗിക്കണ ഇതൊക്കെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ പിടിച്ച് വിട്ടിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിക്കുന്ന സമദ് സാഹിബിന്റെ തന്നെ അറിയാലോ എൻ്റെ മുന്നിൽ എത്ര ആളുണ്ട് എന്നുള്ളത്. കാരണം അങ്ങനത്തെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു, അദ്ദേഹം പ്രസംഗിക്കണ ഫോട്ടോ, മനസ്സിലായില്ലേ? അതിൽ പല ആളുകളും വീഴ്ച പോയിട്ടുണ്ടാവും, ഇല്ലയെന്ന് പറയണില്ല. കാരണം ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം കഴിഞ്ഞ അവിടെ അവിടുന്ന് പോകുന്നുണ്ട്, ഞാൻ മുന്നിൽ തന്നെ ആയിരുന്നു. അത് ശരി. ഇതാണ് സുഹാബികളുടെ അവസ്ഥയെങ്കിൽ പിന്നെ സമസ്തയുടെ പ്രവർത്തകന്മാരുടെ അവസ്ഥ പറയണോ? ഇയാൾ തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇയാൾക്കൊക്കെ പൂക്കോട്ടൂരിൻ്റെ പ്രസംഗത്തിനോടൊക്കെ ഉള്ള മതിപ്പ്. അപ്പോൾ ഇയാളെ കൂട്ടാളികളും തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സമസ്തൻ്റെ പ്രവർത്തക കാര്യം പറയണോ? അപ്പോൾ ഇയാൾ സമ്മതിച്ചിരിക്കണം, അവിടുന്ന് ആൾക്കാർ ഇറങ്ങിപ്പോയി എന്നുള്ളത് കാര്യം സമ്മതിച്ചിരിക്കണം. കാരണം നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ വീഡിയോ വന്നല്ലോ. ഇനി അതിനെ എങ്ങനെയെങ്കിലും ഓട്ടടക്കാനുള്ള പണി നോക്കുകയാണ്. അപ്പോൾ അവിടെ ആളുകളൊന്നും കാത്തുക്കൂല, പഴയ കാലം പോലല്ല. ഇപ്പം പുണ്യം നേടാൻ വേണ്ടിയിട്ട് ആളുകൾ പരിപാടിക്ക് പോകും. അത് കഴിഞ്ഞ് 1-2 പ്രസംഗം കഴിഞ്ഞാൽ, കാര്യമായിട്ടുള്ള 1-2 പ്രസംഗം കഴിഞ്ഞാൽ, ഉദ്ഘാടനമോ പിന്നെ ഇങ്ങനത്തെ പ്രസംഗം കഴിഞ്ഞാൽ വേഗം പോരും ആളുകൾ. അതങ്ങനെയാണ് ഇന്ന് എവിടെ പരിപാടി എടുത്താലും. അപ്പോൾ ഇയാൾ ഈ ലോകത്തൊന്നുമല്ല കേട്ടോ. ബാംഗ്ലൂർ സമ്മേളനം കഴിഞ്ഞിട്ടൊരു 10-11 മാസമായിട്ട് ആയിട്ടുള്ളൂ. അത് ഈ പഴയകാലം പുതിയ കാലം വേർതിരിക്കുന്ന മാനദണ്ഡം എന്താണെന്ന് അറിയില്ല, ഏത് വർഷമാണ് ഇപ്പോൾ വേർതിരിഞ്ഞാൽ അറിയില്ല. ആ ബാംഗ്ലൂർ സമ്മേളനത്തിന് നിറഞ്ഞ ജനമായിരുന്നു, അവസാനം വരെ. പരിപാടി അവസാനിക്കുന്നവരെ ആളുകളായിരുന്നു. അതുപോലെ ഇനിയും ഇപ്പോൾ അടുത്ത് കോഴിക്കോട് സമ്മേളനം നടന്നില്ല, ആദർശ സമ്മേളനം. അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവസാനം വരെ ആളുകളായിരുന്നു. ഇനി അതുപോലെ സമസ്ത എവിടെയെങ്കിലും ഒരു സമ്മേളനം വിളിച്ചു ചേർത്താൽ ആളുകളുണ്ടാകും. അത് സമസ്ത വിളിച്ചാൽ ആളുകൾ വരും. സമസ്തയുടെ പണ്ഡിതന്മാർ പ്രസംഗിക്കാനുണ്ടെങ്കിൽ എത്ര നേരമാണെങ്കിലും ആളുകൾ കാത്തിരിക്കും. എന്നാൽ ഞാൻ ഷജറകളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ഇതേപോലുള്ളൊരു വലിയ സമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും വലിയ എന്താ പറയുക, പിന്നെ അവിടുത്തെ അടിത്തറ, ഇതിൻ്റെ അടിത്തറ, സുന്നത്തമാത്തിൻ്റെ ആണിക്കല്ല്, മെറ്റക്കല്ല്, തറ, ബിൽഡിങ്, ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞല്ല, ഇതിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ കൊടുത്തിട്ട് നിങ്ങൾ അവസാനം പ്രസംഗിക്കാൻ നിർത്തി? അവസാനം പൂക്കോട്ടൂർ സാഹിബിന് കൊടുക്കുന്ന ടൈമിൽ ഇത്രയും കാലം പട്ടിക്കാട് ജാമിഅനൂരിയയിൽ അവസാനം പ്രസംഗിച്ചിരുന്നത് ഹമീദ് ഫൈസിയാണ്. അതിൻ്റെ ലൈവ് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. ഉദാഹരണത്തിന് ഞാനൊരു ലൈവ് ഇടാം. ആദ്യം പൂക്കോട്ടൂർ പ്രസംഗിക്കുന്നത് കാണിച്ചു തരാം. പൂക്കോട്ടൂരിൻ്റെ സദസ്സിലും നിറഞ്ഞ ഒരു 9 വർഷം മുമ്പുള്ള ഒരു ലൈവാണ്. പൂക്കോട്ടൂരിൻ്റെ സദസ്സിലും നിറഞ്ഞ ജനമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഹമീദ് ഫൈസി പ്രസംഗിക്കുന്നത്. ഹമീദ് ഫൈസിയുടെ ആ പ്രസംഗത്തിൻ്റെ സദസ്സും നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കും.
അന്ന് പൂക്കോട്ടൂർ സമസ്തയുടെ ആദർശ വഴിയിലായിരുന്നു. ഇന്ന് സമസ്തക്ക് ആദർശം പോരാ എന്ന് പറഞ്ഞ് പുതിയൊരു ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ട് അതിലാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. ആലുവയിൽ നടത്തിയ സമ്മേളനത്തിന്റെ ആ ആവേശം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ആ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരനായ ഒരാൾ ആ ശ്രീനാരായണ ഗുരുവിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്യമായി കേരളത്തെ വർഗീയവൽക്കരിക്കാൻ സംഘപരിവാറുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് രാജാവിന് ഇത് പൂക്കോട്ടൂർ തന്നെയാണ് പ്രസംഗിക്കണത്. പട്ടിക്കാട് ജാമ്യയിൽ തന്നെയാണ് പ്രസംഗിക്കണത്. ആ സാഹസം ഒന്ന് നോക്കി നിങ്ങൾ, മനസ്സിലായില്ലേ? ഇനി അമീദ് വൈസി, ഇതിന് ശേഷമാണ് അമീദ് വൈസിൻ്റെ പ്രസംഗം. ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ വിദഗ്ധരുടെയും വിഘടിതരുടെയും തീവ്രവാദ സംഘടനകളുടെയും വാദമുഖങ്ങൾ തകർത്തെറിഞ്ഞു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉശിരു പകർന്ന ജാമിയ നൂരിയ അറബിയ ഊദിക്കാച്ചി പാകപ്പെടുത്തി സമുദായ സമക്ഷം സമർപ്പിച്ച പണ്ഡിത പ്രതിഭ ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനായി പ്രശ്നകലുഷിത സാഹചര്യങ്ങളിൽ സധൈര്യം നിലകൊണ്ട ഇരട്ടച്ചങ്കുള്ള സമസ്തയുടെ പ്രഭാഷകൻ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫലി അമ്പലക്കടവ് ജനുവരിയുടെ ഹിമപാതമേറ്റ് തണുത്തുറഞ്ഞ സദസ്സിന് ചിന്തകൾ കൊണ്ട് ചൂട് പകരുന്നു. അധ്യക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ടവരെ പ്രസംഗപീഠത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിൻ അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവരുടെ മോഡേൺ എയ്ഡ് സൊസൈറ്റി MESന്റെ സ്ഥാപകകാല നേതാക്കളായ ഇന്നത്തെ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പിതാവ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ, അതുപോലെ നമ്മുടെ മരിച്ചുപോയ മകൻ അബ്ദുൽ അസീസ് മൗലവി, ഇവരൊക്കെ സ്ഥാപിച്ച മോഡേൺ എയ്ഡ് സൊസൈറ്റി അവരും ഇസ്ലാമിക ശരീഅ. കാരണം എന്താ, എല്ലാവർക്കും അറിയാം, സ്വാഭാവികമാണ്. അവസാനം പ്രസംഗിക്കാൻ പൂക്കോട്ടൂർ സാഹിബിനെ പോലുള്ള ഒരാൾ അവസാനത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട് നമ്മൾ കരുതണം. കാരണം മൂപ്പർക്ക് അറിയാതെ എല്ലാവരും എണീറ്റ് പോകുന്നുള്ളത്. മൂപ്പർക്ക് തന്നെ അറിയാം എല്ലാവരും എണീറ്റ് പോകുന്നുള്ളത്. അതുകൊണ്ട് അഭിമാനം എന്ന് പറഞ്ഞാൽ ചെറിയ തിരുത്തിക്കളി അപമാനമാണെന്ന്. അതുകൊണ്ട് ഇന്ന് അവസാനത്തിലും ആദ്യത്തിലും ഒന്നും പ്രസംഗിക്കാതിരിക്കാൻ നല്ലത്. ഇപ്പോൾ യമാനിയയിൽ ആദ്യത്തിലല്ലേ പ്രസംഗിച്ചേ? യമാനിയയിൽ ആദ്യത്തിലാണ് പ്രസംഗിച്ചേ. അവിടുന്ന് ആകെ സനത് വാങ്ങുന്ന കുട്ടികളെ സദസ്സിലുണ്ടായിരുന്നുള്ളൂ, അവരെന്നെ എണീറ്റ് പോയി. അതാണ് സംഭവം. അപ്പോൾ ഇനി വീണോടത്ത് കിടന്ന് കണ്ട് ഉരുണ്ടിട്ടേ വല്ലാതെ മേത്ത് ചേറാണതിന് മുന്നേ തങ്ങളെ എണീച്ച് തടി തപ്പിക്കോളി. അപ്പോൾ ഇതൊന്നും നമ്മൾ പറയാനും വേണ്ടി ഉദ്ദേശിച്ചതല്ല, പറയിപ്പിച്ചതാണ്. ഇത്തരം വോയിസുകളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഊരി ചുറ്റുന്ന ചില ആളുകൾ നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കയറി ചൊറിയാനോ മാന്താനോ നിന്നാൽ അത് സമസ്തയുടെ പ്രവർത്തകന്മാർ അതിനെ പ്രതിരോധിക്കും. തീർച്ചയായിട്ടും അതിന് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് ആരെ ഭാഗത്തു നിന്നാണ് കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് വഴിക്കാണിത് വരിക എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് കൊണ്ടേ മതിയാകുള്ളൂ, വാങ്ങി വെക്കേണ്ടി വരും. ഓക്കെ.